സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ സമദൂരം ആരംഭിക്കുന്നു. അവതരണം സിന്ധു അശോക്. ഓർക്കാപ്പുറത്താണ് ചാറ്റൽ മഴ വീണത്. ജാനകിയമ്മയും സുപ്രിയയും ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. വേഗം വയ്ക്കോ, പനി പിടിക്കണ്ട, ജാനകിയമ്മ മകളോട് പറഞ്ഞു. സുപ്രിയ തലയ്ക്കു മീതെ കൈ പിടിച്ചുകൊണ്ട് ഓടി. റോഡിൻ്റെ ഇടതുവശത്ത് കാച്ചാംകുറിശി മഹാവിഷ്ണു ക്ഷേത്രം എന്നെഴുതിയ ബോർഡിന് താഴെയാണ് കാർ ഒതുക്കിയിട്ടിരുന്നത്. സുപ്രിയ ഓടി വന്ന് കാറിനടുത്തെത്തി നിന്നു. പിന്നെ ഡോർ തുറന്ന് അതിൽ കയറിയിരുന്നു. കാറിൻ്റെ ചില്ല് താഴ്ത്തിയിട്ട് അവൾ ആകാശത്തേക്ക് കണ്ണോടിച്ചു. രാവിലെ മുതൽ മൂടിക്കെട്ടി കിടക്കുകയാണ്. തെന്മലയുടെ പാതി വരെ മറച്ചുകൊണ്ട് മൂടൽമഞ്ഞു പടലങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. കുറേ ദിവസങ്ങളായി ഇമ്മട്ടിലാണ് കാലാവസ്ഥ. കനത്ത മഴയുടെ ആഗമനം സൂചിപ്പിച്ചുകൊണ്ട് ആകാശത്ത് മേഘങ്ങൾ നിരക്കും. നെല്ലിയാമ്പതി ഗിരിനിരകളിൽ നിന്ന് കോടമഞ്ഞിറങ്ങി വരും. കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. ഭൂമി മ്ലാനതയിൽ ആഴ്ന്നു കിടക്കും. പക്ഷേ മഴ പെയ്യില്ല. സുപ്രിയ കാറിലിരുന്ന് അമ്മയെ നോക്കി. അമ്മ, ഓടിവാ, അവൾ കൈകാട്ടി വിളിച്ചു. മഴച്ചാറ്റൽ നനയുന്നുണ്ടെന്ന ഭാവം പോലുമില്ല അമ്മയ്ക്ക്. ഇളം വെയിലത്ത് നടക്കുന്ന പോലെ ശാന്തയായി സുസ്മേരവദനയായി നടന്നു വരുന്നു. അമ്മയെ എല്ലാ കാലത്തും അങ്ങനെയേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏതു പ്രതിസന്ധിയിലും അക്ഷോഭ്യയായി അചഞ്ചലയായി നിൽക്കുന്ന അമ്മ. അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ച നിർഭയത്വമാണ് അമ്മയുടേത്. പ്രൗഢവനിതയുടെ ഗാംഭീര്യമാണ് അമ്മയുടെ മുഖത്തെന്ന് അവൾ ആരാധനയോടെ ഓർത്തു. ആടയാഭരണങ്ങളുടെ അലങ്കാരം കൊണ്ട് കൃത്രിമമായി സൃഷ്ടിച്ച പ്രൗഢിയല്ല അത്. റോസ് നിറത്തിലുള്ള ഒരു ഓയിൽ സാരി, കാതിൽ കമ്മൽ, കഴുത്തിലൊരു സ്വർണ്ണ മുത്തുമാല, ഇടതു കൈയിൽ 3 ചെറിയ വളകൾ, വലം കൈയിൽ ഒരു സ്വർണ്ണക്കാപ്പ്. അത്രയേയുള്ളൂ അമ്മയുടെ ആഡംബരം. ജാനകിയമ്മ വന്ന് കാറിൽ കയറി. തുഷാര ബിന്ദുക്കൾ പോലെ അമ്മയുടെ അവിടവിടെ വെള്ളികെട്ടിയ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികൾ അവൾ തുവാല കൊണ്ട് തുടച്ചു കളഞ്ഞു. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താടി ഒരു കള്ളനോട്ടം? നെറ്റി ചുളിച്ച് ജാനകിയമ്മ ചോദിച്ചു. ഞാൻ അമ്മ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അമ്മ കുറച്ചുകൂടി ചെറുപ്പമായതുപോലെ തോന്നി. 58 പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കൂടിയാൽ ഒരു 45, 47. പറഞ്ഞ് ചെറുപ്പമാക്കിയിട്ട് എൻ്റെ കല്യാണം ഒന്നുകൂടെ നടത്താനൊന്നും നിനക്ക് ഉദ്ദേശമില്ലല്ലോ? ശാന്തമായ ചിരിയോടെ ജാനകിയമ്മ ചോദിച്ചു. സത്യം പറയാലോ, അമ്മ രണ്ടാമതും കല്യാണം കഴിക്കേണ്ടതായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയി 10 കൊല്ലം കഴിഞ്ഞപ്പോഴെങ്കിലും അമ്മ അതേപ്പറ്റി ചിന്തിക്കണമായിരുന്നു. ജാനകിയമ്മയുടെ മുഖം മ്ലാനമായി. മറക്കാൻ ആഗ്രഹിച്ചത് എന്താണോ അത് ഓർമ്മയിലേക്ക് കുടഞ്ഞിട്ടതുപോലെ. അമ്മയുടെ മുഖം വാടിയത് സുപ്രിയ ശ്രദ്ധിച്ചു. ഒരു കണക്കിന് നന്നായി. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് നല്ലൊരമ്മയെ കിട്ടിയത്. ജാനകിയമ്മ ഒന്നും മിണ്ടാതെ കാർ മുന്നോട്ടെടുത്തു. അവരുടെ മനസ്സ് മാത്രം പിന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 21 വർഷങ്ങൾക്ക് മുമ്പാണ് ജാനകിയെ ഭർത്താവ് വാസുദേവൻ ഉപേക്ഷിച്ചു പോയത്. അന്ന് സുപ്രിയ വെറും കൈക്കുഞ്ഞാണ്. അവൾക്കുമീതെ 4 മക്കൾ: ശ്രീനിവാസൻ, ജയശ്രീ, ചന്ദ്രബാബു, രഘുവരൻ. മക്കൾ ആരും മുതിർന്നിരുന്നില്ല. മൂത്തവനായ ശ്രീനിവാസൻ അന്ന് 17 വയസ്സ്. അതിന് താഴെ 2ഉം 3ഉം വയസ്സിൻ്റെ വ്യത്യാസത്തിൽ 4 പേർ. ആകെ കൈമുതലായി ഉണ്ടായിരുന്നത് വിപതി ധൈര്യവും കടബാധ്യതകളുടെ ഭീമൻ താഴിട്ടു പൂട്ടിയ ചിറ്റൂർ റൈസ് മിൽ എന്ന പഴഞ്ചൻ സ്ഥാപനവും മാത്രം. കൂട്ട ആത്മഹത്യയല്ലാതെ മറ്റൊരു പോംവഴിയും അന്ന് ജാനകിയമ്മയുടെ മുന്നിലുണ്ടായിരുന്നില്ല. ജോലി ചെയ്ത് ശീലമില്ല. വേണ്ടത്ര ലോകപരിചയമില്ല. ചതിയും വഞ്ചനയും കാപട്യവും അറിഞ്ഞുകൂടാ. കുറ്റപ്പെടുത്താനല്ലാതെ ഒരു പിന്തുണ കൊടുക്കാൻ ആരുമില്ല. ജാനകിയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയ വാസുദേവനെക്കുറിച്ച് കൊല്ലങ്കോട് ദേശത്ത് ആദ്യകാലങ്ങളിൽ ചില കഥകൾ പ്രചരിച്ചിരുന്നു. അരി നെല്ല് വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന യാത്രകൾക്കിടയിൽ തഞ്ചാവൂരിൽ വെച്ച് പരിചയപ്പെട്ട ഒരു തമിഴത്തി വാസുദേവനെ തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് ഒരു കഥ. പൊള്ളാച്ചിയിൽ വാസുദേവന് ഒരു വെപ്പാട്ടിയും മക്കളും മുമ്പേ തന്നെ ഉണ്ടായിരുന്നുവെന്ന് മറ്റൊരു കഥ. നെല്ല് വ്യാപാരത്തിൻ്റെ ഏജൻ്റായി പ്രവർത്തിച്ചിരുന്ന ഒരു ധനിക തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലെ യുവതിയുമായി വാസുദേവൻ സ്നേഹത്തിലായിരുന്നുവെന്നും യുവതിയുടെ മാതാപിതാക്കളും സഹോദരനും എതിർത്തപ്പോൾ ആ യുവതിയെയും കുട്ടി സ്ഥലം വിടുകയായിരുന്നുവെന്നും മൂന്നാമത്തെ കഥ. ആ കഥകളെ ന്യായീകരിക്കുന്ന ഒരു സൂചന നൽകിയിട്ടായിരുന്നു വാസുദേവൻ പോയത്. ഭാര്യയോടും മക്കളോടും വിട പറഞ്ഞുകൊണ്ട് എഴുതിവെച്ച ഒരു കത്തിൽ ഒഴിവാക്കാനാവാത്ത മറ്റേതോ ബന്ധത്തെക്കുറിച്ച് ചെറിയൊരു പരാമർശമുണ്ടായിരുന്നു. ഒരു രാത്രി പുലർന്നപ്പോൾ മേശപ്പുറത്ത് എഴുതിവെച്ച ഒരു കത്തും 6 അംഗങ്ങളുള്ള ഒരു കുടുംബവും ഭർത്താവിൻ്റെ പിടിപ്പുകേടുണ്ടാക്കി വെച്ച ഋണബാധ്യതകളുമായിരുന്നു ജാനകിയുടെ മുമ്പിൽ.
ആ ഇരുട്ടടി ഇനി ഒരിക്കലും വേദന അറിയാത്ത പോലെ അവരെ വിറങ്ങലിപ്പിച്ച് കളഞ്ഞു. അതിനേക്കാൾ വലിയ പ്രഹരമൊന്നും ഇനി ജീവിതത്തിൽ കിട്ടാനില്ലെന്ന് തോന്നിയതിനാൽ ഏതു പ്രതിസന്ധിക്ക് മുന്നിലും തളരാതെ നിൽക്കാനും പിൽക്കാലത്ത് അവർക്ക് കഴിഞ്ഞു. ജാനകിയുടെ ആങ്ങള ഗോപിനാഥൻ അക്കാലത്ത് തമിഴ്നാട്ടിൽ പലയിടത്തും പോയി വാസുദേവനെ അന്വേഷിക്കുകയുണ്ടായി. ഏതോ ഒരു സ്ത്രീയുമൊത്ത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന ഊഹം ലഭിച്ചതല്ലാതെ ആ തെരച്ചിൽ കൊണ്ട് പ്രത്യേകിച്ചൊരു ഫലവും ഉണ്ടായില്ല. അന്ന് തളർന്നു വീണുപോയ ജാനകിയെ കൈപിടിച്ചെണീൽപ്പിച്ചത് വാസുദേവൻ്റെ അമ്മ മാധവിയമ്മയായിരുന്നു. ഭാഗം വെച്ചപ്പോൾ മാധവിയമ്മയ്ക്ക് സ്വന്തം പേരിൽ കിട്ടിയ വസ്തു വിറ്റിട്ടാണ് പൂട്ടിപ്പോയ ചിറ്റൂർ റൈസ് മിൽ സുപ്രിയ എന്ന പേരിൽ പുനരാരംഭിക്കാൻ സാധിച്ചത്. ആദ്യ വർഷങ്ങളിൽ വിജയപരാജയങ്ങൾ മാറി മാറി വന്നു. പിന്നെ പതുക്കെ പതുക്കെ പിടിച്ചു കയറി. സുപ്രിയ റൈസ് മിൽ കോൺക്രീറ്റ് വേരുകളുള്ള വ്യവസായ സ്ഥാപനമായി മാറിയതിനു പിന്നിൽ ജാനകിയമ്മയുടെ ദൃഢനിശ്ചയത്തിൻ്റെയും മക്കളുടെ കഠിനാധ്വാനത്തിൻ്റെയും കഥ മാത്രമേയുള്ളൂ. 21 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. പരാജയത്തിൻ്റെ കയ്പും ദുഃഖവും ഇന്ന് വളരെ അപൂർവമായ ഒരോർമ്മയാണ്. വിളവെടുത്തു തുടങ്ങിയ നിലക്കടല കൃഷിയിടങ്ങൾക്കിടയിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നു. പാലക്കാടിൻ്റെ ചുരം താണ്ടി വരുന്ന കാറ്റിന് ഉഴുതുമറച്ച ചെളിപ്പാടങ്ങളുടെയും കൊയ്തുകൂട്ടിയ പുന്നെല്ലിൻ്റെയും മണമുണ്ടായിരുന്നു. പാടശേഖരങ്ങളുടെ വീതിയുള്ള വരമ്പുകളിലും ഒറ്റതിരിഞ്ഞ ചെറുതുരുത്തുകളിലും കരിമ്പനകൾ കാറ്റിനെ ചെറുത്തു നിന്നു. സുപ്രിയ റൈസ് മിൽ എന്നെഴുതിയ ഭീമാകാരമായ ഗേറ്റിന് മുമ്പിൽ കാർ നിന്നതും സെക്യൂരിറ്റിക്കാരൻ ഓടി വന്ന് ഗേറ്റ് തുറന്നു. ജാനകിയമ്മ കാർ അകത്തേക്ക് കയറ്റി ഓഫീസിന് മുമ്പിൽ പാർക്ക് ചെയ്തു. വിസ്തൃതമായ ഗോഡൗണിൽ 2 ലോറികൾ കിടക്കുന്നത് കാണാം. തൊഴിലാളികൾ ലോറികളിൽ നിന്നും നെൽച്ചാക്കുകൾ ഇറക്കി ഗോഡൗണിൽ അട്ടിയടുക്കുകയാണ്. വളപ്പിനുള്ളിലെ വായുവിലെങ്ങും പുത്തരിയുടെയും നെല്ലിൻ്റെയും തവിടിൻ്റെയും കൂടിക്കുഴഞ്ഞ മണം. ഞാനൊന്ന് കയറിയിട്ട് വരാം, നീ വരുന്നോ? ജാനകിയമ്മ മകളോട് ചോദിച്ചു. ഇല്ലമ്മ, എനിക്ക് നാണമ്മ, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ജാനകിയമ്മ ഊറിച്ചിരിച്ചു. സുപ്രിയയുടെ വിവാഹനിശ്ചയമാണിന്ന്. റൈസ് മില്ലിലെ ജീവനക്കാർക്കെല്ലാം അറിയാം. ജാനകിയമ്മ ഡോർ തുറന്നിറങ്ങി. അവർ ഓഫീസിൻ്റെ വാതിൽ കടന്നു ചെന്നതും ഓഫീസ് ബോയിയും ക്ലർക്കും ആദരപൂർവ്വം എണീറ്റു. ജീവനക്കാർ എത്തിച്ചേരുന്ന സമയമാകുന്നതേയുള്ളൂ. അതിനാൽ പല സീറ്റുകളും ഒഴിഞ്ഞുകിടന്നു. മാനേജർ വന്നിട്ടില്ലേ? ജാനകിയമ്മ ക്ലർക്ക് സദാശിവനോട് തിരക്കി. സീറ്റിലുണ്ട്, അയാൾ പറഞ്ഞു. കറുത്ത ഫിലിമൊട്ടിച്ച കണ്ണാടി ക്യാബിൻ്റെ ഫ്ലഷ് ഡോർ തുറന്ന് ജാനകിയമ്മ അകത്ത് കയറി. ശീതീകരിച്ച മുറി, AC-യുടെ നേരിയ മൂളൽ. ഗുഡ് മോർണിംഗ് മാഡം. മാനേജർ തുളസീധരൻ എണീറ്റ് നിന്നു. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. ജാനകിയമ്മ തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. ഗോഡൗണിൽ അൺലോഡിംഗ് നടക്കുന്നുണ്ടല്ലോ. ആരുടെ നെല്ലാണ്? അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാരുടെയാ. പൊന്മണി. ഒരു ലോഡ് ജ്യോതികയും കൂടി വരാനുണ്ട്. എത്ര വെച്ച് കിട്ടി? 6.90. കഴിഞ്ഞയാഴ്ച 8.10 എടുത്തത്. അത് നമുക്ക് നഷ്ടം വരുമെന്ന് തോന്നുന്നു. മാത്രമല്ല ഒരു ഭീഷണിയുണ്ട്. എന്തു ഭീഷണി? കൊട്ടശ്ശേരി ഒറീസേന്ന് നെല്ല് കൊണ്ടുവരാൻ പോണു. ഇവിടെ എത്തുമ്പോൾ കിൻഡലിന് 600-650 താഴെയേ വില വരൂ. 11 രൂപയ്ക്ക് വിൽക്കാം അവർക്കരി. അത് സാരമില്ല, നമ്മൾ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി. കൊട്ടശ്ശേരി അങ്ങനെ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചിരിക്കുന്നു. സുപ്രിയ റൈസിനെ തറ പറ്റിക്കാൻ നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ? പുഞ്ചിരിയോടെ ജാനകിയമ്മ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ദുബായ്ക്കുള്ള ചരക്ക് റെഡിയായോ? ഇനി പാക്കിംഗ് മാത്രമേയുള്ളൂ. അതിനു മുമ്പ് മോയ്സ്ചർ ചെക്ക് ചെയ്യണം. ശ്രീനിവാസൻ സാർ ഇന്ന് വരുമോ? ഇന്ന് പ്രിയമോളുടെ വിവാഹനിശ്ചയമാണ്. അവൻ വീട്ടിലുണ്ടായേ പറ്റൂ. എന്താ ഇപ്പോൾ അത്യാവശ്യം? മോയ്സ്ചർ മീറ്റർ ശ്രീനിവാസൻ സാറിൻ്റെ കയ്യിലാണ്. റിപ്പയറിങ്ങിന് കൊണ്ടുപോയിട്ട് ഇന്ന് ശരിയാക്കി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. ജാനകിയമ്മ എഴുന്നേറ്റു. ഏതൊക്കെയാണ് നോക്കാനുള്ളത്? വരൂ. ജാനകിയമ്മയുടെ പിന്നാലെ മുരളീധരൻ ഓഫീസ് ഹാളിലെത്തി. അവിടെ മേശമേൽ വിവിധതരം അരികളുടെ സാമ്പിളുകൾ എടുത്തു വച്ചിരുന്നു. ജാനകിയമ്മ അതിൽ നിന്ന് ഓരോ പിടി അരി വാരി മുഷ്ടിക്കുള്ളിലിട്ട് ഞെരിച്ചു. അത് ദുബായ് എക്സ്പോർട്ടിങ്ങിനുള്ളതാ, മുരളീധരൻ അറിയിച്ചു. 13. ജാനകിയമ്മ പറഞ്ഞു. അടുത്ത സാമ്പിളിൽ നിന്ന് ഒരു പിടി വാരി. 13.5. അരിയുടെയും നെല്ലിൻ്റെയും മോയ്സ്ചർ നോക്കാൻ ജാനകിയമ്മയ്ക്ക് മോയ്സ്ചർ മീറ്റർ വേണ്ട. കൈവെള്ളയിൽ എടുക്കുമ്പോൾ അറിയാം. സംശയമുണ്ടെങ്കിൽ 1-2 മണി കടിച്ചു നോക്കും. ജാനകിയമ്മ പറയുന്ന പെർസെൻറ്റേജ് കൃത്യമായിരിക്കും. 18 കൊല്ലമായി നേരിട്ട് റൈസ് മിൽ നടത്തിയതിൻ്റെ പരിചയസമ്പന്നത മാത്രമല്ല അതൊരു സിദ്ധിയാണ്. ജാനകിയമ്മ ഓഫീസിൻ്റെ പിൻവാതിലിലേക്ക് ചെന്ന് പാക്കിംഗ് ഗോഡൗണിലേക്ക് എത്തി നോക്കി. ചെറുതും വലുതുമായ അരിക്കൂനകൾ, തുന്നിക്കെട്ടിയ 100 കണക്കിന് അരിച്ചാക്കുകൾ, സോർട്ടിംഗ് മെഷീനുകൾ,
ഞാൻ വീട്ടിലേക്ക് പോണു. 11 മണിക്കാ മുഹൂർത്തം, മറക്കരുത്, ജാനകിയമ്മ മുരളീധരനോട് പറഞ്ഞു. ഒരു ഓണ് കിട്ടുന്നതല്ലേ, നല്ല ഓർമ്മയുണ്ട്, മുരളീധരൻ ചിരിയോടെ പറഞ്ഞു. ജാനകിയമ്മ ചെന്ന് കാറിൽ കയറി. ഇനി നേരെ മാത്തൂരേക്ക്. സീതാർകുണ്ടിലേക്ക് പോകുന്ന ടാർ റോഡിലൂടെ കാർ നീങ്ങി. ചിറയും മാന്തോപ്പും പിന്നിട്ട് കാർ മാത്തൂർ എന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ എഴുതിയ ഗേറ്റിന് മുന്നിലെത്തി. ഗേറ്റ് ഒരു പാളി അടഞ്ഞു കിടക്കുകയാണ്. സുപ്രിയ ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നു. കാർ ഇരുനില വീടിൻ്റെ കാർ പോർച്ചിലേക്ക് നീങ്ങി. ജാനകിയമ്മയുടെ ആങ്ങള ഗോപിനാഥനും ഭാര്യ കൗസല്യയും പെൺമക്കളും സിറ്റൗട്ടിൽ ശ്രീനിവാസനോട് സംസാരിച്ചു കൊണ്ടിരിപ്പുണ്ടായിരുന്നു. സുപ്രിയ സിറ്റൗട്ടിൽ ചെന്ന് കയറിയിട്ട് ഗോപിനാഥനോട് തിരക്കി. ദിനേശേട്ടൻ എവിടെ? അവൻ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വന്നോളും. നിങ്ങളെന്താ ഇത്രയും വൈകിയേ? വന്ന വഴിക്ക് മില്ലിലൊന്ന് കയറി, കാറിൽ നിന്നും ഇറങ്ങി വന്ന ജാനകിയമ്മ പറഞ്ഞു. ഇവളുടെ വിവാഹ നിശ്ചയമായിട്ട് ഇന്നൊരു ദിവസമെങ്കിലും മില്ലിനൊരു അവധി കൊടുത്തൂടെ ചേച്ചിക്ക്? ഗോപിനാഥൻ ചോദിച്ചു. കല്യാണത്തിന് അവധിയാണ്. കല്യാണ നിശ്ചയത്തിനും കൂടെ കൊടുക്കുന്നത് അധികപ്പറ്റല്ലേ? ജാനകി ചേച്ചി അങ്ങനെയേ പറയൂ എന്ന് ഗോപിനാഥൻ അറിയാം. കാരണം അവരുടെ രക്തവും മാംസവും മജ്ജിയും എല്ലാം ആ ഒരു റൈസ് മില്ലാണ്. സുപ്രിയ നേരെ അകത്തേക്ക് പോയി. അവളുടെ വിവാഹ നിശ്ചയം പ്രമാണിച്ച് ബന്ധുജനങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അടുക്കളയിലും അതിനു പിന്നിലെ ടാർപോളിൻ ഷെട്ടിലും സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. സുപ്രിയ മാധവിയമ്മയുടെ അടുത്തെത്തി. അവർ അതിഥികളായി എത്തിയ പ്രായം ചെന്ന സ്ത്രീകളോട് സംസാരിച്ചിരിക്കുകയാണ്. അമ്മമ്മേ, പ്രസാദം. അവൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം അവരുടെ നേർക്ക് നീട്ടി. മാധവിയമ്മ കൈകൂപ്പി പ്രസാദത്തിന് നേർക്ക് തൊഴുത് അത് കയ്യിൽ വാങ്ങി. പ്രാർത്ഥിച്ചോ മോളെ നല്ലോണം? എല്ലാം നന്നായി വരട്ടെ. ഇനി സമയം കളയാതെ ഒരുങ്ങാൻ നോക്ക്, അവരിപ്പോൾ വരും. ശരിയെന്ന് തലയാട്ടി അവൾ മുറിവിട്ടിറങ്ങി. അതിഥികളുടെ എണ്ണം പെരുകി പെരുകി വന്നു. ശ്രീനിവാസൻ്റെ ഭാര്യയുടെ സഹോദരങ്ങളും മാതാപിതാക്കളും, ചന്ദ്രബാബുവിൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളും, ജയശ്രീയുടെ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ. 10 മണിയോടെ പ്രതിസുധ വരനും സംഘവും എത്തിച്ചേർന്നു. പല്ലാവൂർ ചേലക്കാവിൽ സുധേഷ് കുമാർ ആണ് വരൻ. സുധീഷ് കുമാറും സുപ്രിയയും പാലക്കാട്ട് ഒരേ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പല്ലാവൂരിലെ ഒരു ധനിക കുടുംബത്തിലെ അംഗമായി സുധീഷിന് പഠിക്കുന്ന കാലം മുതൽക്കേ സുപ്രിയയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. സുപ്രിയയ്ക്ക് ഒറ്റ നിബന്ധനയേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ സമ്മതിച്ചാൽ കല്യാണം നടത്താം, ഇല്ലെങ്കിൽ ഗുഡ് ബൈ. സുധീഷ് ആദ്യം പ്രശ്നം സ്വന്തം വീട്ടിൽ അവതരിപ്പിച്ചു. കണക്കറ്റ ഭൂസ്വത്തും പല്ലാവൂരിലും നെന്മാറയിലും വ്യാപാര സാധനങ്ങളുമുള്ള ചേലക്കാവിൽ കുടുംബക്കാർക്ക് മാത്തൂര് കുടുംബവുമായുള്ള ബന്ധം അത്ര വിശിഷ്ടമാണെന്നൊന്നും തോന്നിയില്ല. ചികഞ്ഞു നോക്കിയപ്പോൾ 21 കൊല്ലം മുമ്പത്തെ ഒരപമാനക്കറ മാത്തൂര് വീടിൻ്റെ അസ്ഥിവാരത്തിൽ മായാതെ കിടക്കുന്നത് കണ്ടെത്തുകയും ചെയ്തു. സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് ഏതോ തമിഴത്തി വെപ്പാട്ടിയുടെ കൂടെ പോയ ഒരു നെറുകെട്ടവൻ്റെ മകൾ സുപ്രിയയുടെ അമ്മാവൻ ഗോപിനാഥൻ ചേലക്കാവിൽ ചെന്നു പറഞ്ഞു. 21 കൊല്ലം മുമ്പത്തെ ചരിത്രം മാന്തരുത്. അത് കുഴിച്ചു മൂടി മണ്ണ് ചേർന്നിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയതായിട്ട് ജാനകിയും അച്ഛൻ ജീവിച്ചിരിപ്പില്ലെന്ന മക്കളും 2 പതിറ്റാണ്ടുകളായി കരുതി പോരുന്നു. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിശ്ചയവുമില്ല. ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചാലും 13 കൊല്ലത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റേ ചോദിക്കാറുള്ളൂ. കണ്ടമാനം പിന്നോട്ട് ചികഞ്ഞു നോക്കിയാൽ കാടല്ലായിരുന്ന തറവാട് കാട്ടാളൻ്റെയും കാട്ടാളത്തിയുടെയും മക്കൾ എല്ലാം. രാഷ്ട്രീയക്കാരനാണ് ഗോപിനാഥൻ. സത്യസന്ധനും കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയം നഷ്ടക്കച്ചവടമായി. കുടുംബത്തിൽ നിന്ന് ഓഹരി കിട്ടിയതെല്ലാം തൂവിപ്പോയി. ഇപ്പോൾ വാടക വീടും കീറിത്തുന്നിയ കതർ ഷർട്ടും പ്രാകുന്ന ഭാര്യയും മക്കളും സമ്പാദ്യം. ഗോപിനാഥൻ്റെ വാദമുഖങ്ങളോടൊപ്പം തനിക്ക് സുപ്രിയയെ തന്നെ വേണമെന്ന് സുധീഷ് കുമാർ ഒരേ വാശി പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് അയാളുടെ കുടുംബക്കാർ വിവാഹത്തിന് സമ്മതം മൂളിയത്. എന്തായാലും സുപ്രിയയ്ക്ക് സന്തോഷമായി. കൊതിച്ചത് തന്നെ കിട്ടുകയാണല്ലോ. ശ്രീനിവാസൻ്റെ ഭാര്യ കൃഷ്ണകുമാരിയും ജയശ്രീയും ഗോപിനാഥൻ്റെ പെൺമക്കളും ചേർന്ന് സുപ്രിയയെ ഒരുക്കി. അവൾ അമ്മയോടും അമ്മാവനോടും ചിറ്റമ്മയോടും അനുഗ്രഹം വാങ്ങി. മാധവിയമ്മ നെറുകിയിൽ കൈവച്ചവൾക്ക് മംഗളം നേർന്നു. സുപ്രിയ അവരുടെ പഞ്ഞുപോലെ നരച്ച മുടിക്ക് മീതെ കുസൃതിയോടെ ചികഞ്ഞു. തോളറ്റമേയുള്ള മുടി ബോബ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നും. ഇത്രയും സമൃദ്ധമായ നരച്ച മുടി സുപ്രിയ മറ്റാർക്കും കണ്ടിട്ടില്ല. ആനി ബെസൻറ്റിൻ്റെ മുടിയാണെൻ്റെ അമ്മമ്മയ്ക്ക്, അവൾ പറയാറുണ്ട്. മുഹൂർത്തമായപ്പോൾ എല്ലാവരും വിശാലമായ തളത്തിലെത്തി. ചടങ്ങുകൾ ആരംഭിച്ചു. 12 മണിയോടെ ചടങ്ങ് സമംഗളം കഴിഞ്ഞു. ഇനി സദ്യ. വിളമ്പുകാർ ഇലനിരത്തി തുടങ്ങി. ജാനകിയമ്മ സുധീഷിൻ്റെ വീട്ടിൽ നിന്ന് വന്ന സ്ത്രീജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഊണുമുറിയിൽ നിൽക്കുകയായിരുന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും വിളമ്പുകാരോടൊപ്പം നിൽക്കുകയാണ്.
ഒരു ഓട്ടോറിക്ഷ വീടിൻ്റെ ഗേറ്റ് കടന്ന് കാറുകൾക്കിടയിലൂടെ വന്നു. ഓട്ടോയിൽ നിന്ന് ഒരു വൃദ്ധനും പെൺകുട്ടിയും ഇറങ്ങി. പാവാടയും ബ്ലൗസും ധാവണിയുമാണ് പെൺകുട്ടിയുടെ വേഷം. വൃദ്ധൻ നന്നേ ക്ഷീണിതനായി കാണപ്പെട്ടു. കഷണ്ടി ബാധിച്ച അയാളുടെ തലയിൽ അവശേഷിച്ചിരുന്ന മുടി പാടെ നരച്ചിരുന്നു. അരുതാത്ത ഒരു സ്ഥലത്ത് വന്നു പെട്ടതുപോലെ അവർ ആദ്യം പകച്ചു നിന്നു. പിന്നെ അറച്ചറച്ച് സിറ്റൗട്ടിനിപ്പുറത്തെ നീളൻ വരാന്തയുടെ നേർക്ക് വന്നു. ആരോ കാണാൻ വന്നിരിക്കുന്നുവെന്ന് ഗോപിനാഥൻ്റെ മകൾ സുജാത വന്ന് ജാനകിയമ്മയെ അറിയിച്ചു. മോളെ ഒന്ന് ചെന്ന് നോക്ക്, ജാനകിയമ്മ സുപ്രിയയോട് നിർദ്ദേശിച്ചു. സുപ്രിയ വാതിൽക്കൽ ചെന്ന് നോക്കി. മെലിഞ്ഞുണങ്ങിയ ഒരു വൃദ്ധൻ, മുഷിഞ്ഞ് പിഞ്ചി തുടങ്ങിയ ഷർട്ടും മുണ്ടും, മുഖത്ത് നരച്ച ശ്മശ്രുക്കൾ. പെൺകുട്ടിയെ കാണാൻ ചന്തമുണ്ട്, പക്ഷേ വേഷം നിറമങ്ങിയതും മുഷിഞ്ഞതുമാണ്. കണ്ടിട്ട് തമിഴ്നാട്ടുകാരാണെന്ന് തോന്നി. കൊല്ലങ്കോട് ദേശത്ത് തമിഴർ ധാരാളമുണ്ട്. എന്താ വേണ്ടത്? സുപ്രിയ ചോദിച്ചു. വൃദ്ധനും പെൺകുട്ടിയും പരസ്പരം നോക്കി. ഗോപിനാഥൻ അതിഥികളെ ഊണ് കഴിക്കാൻ വിളിക്കാൻ വരാന്തയിലേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് കണ്ടത്. ആരോ എന്ന് കരുതി വിട്ടുകളയാൻ ഭാവിക്കെ മനസ്സിലൂടെ കൊള്ളിമീൻ പോലെ ഒരു സംശയം കടന്നുപോയി. ഉൾക്കിടിലത്തോടെ അയാൾ വീണ്ടും വീണ്ടും നോക്കി. ചേച്ചി! അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ഗോപിനാഥൻ്റെ പരിഭ്രാന്തമായ വിളിയൊച്ച കേട്ട് ജാനകിയമ്മ വരാന്തയിലേക്ക് ഇറങ്ങി. പിന്നാലെ ശ്രീനിവാസനും ചന്ദ്രബാബുവും. ഇരിപ്പുമുറിയിലായിരുന്ന മാധവിയമ്മ ജനലിലൂടെ മുറ്റത്തേക്ക് നോക്കി. ജാനകിയമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ തിരിച്ചറിവിൻ്റെ ഇടിമിന്നലിൽ അവരുടെ ചേതന കത്തിക്കരിഞ്ഞു. വാസുദേവൻ 21 കൊല്ലം മുമ്പ് തന്നെയും മക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടുപോയ ഭർത്താവ്, കൂടെ 18 19 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയും. ഓട്ടോറിക്ഷയിലും ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഒരിക്കലും ചെല്ലരുതാത്ത ഒരു സ്ഥലത്ത് ഓർക്കാപ്പുറത്ത് ചെന്നുപെട്ടതുപോലെ ഇതികർത്തവ്യത മൂഢരായി മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് വൃദ്ധനും പെൺകുട്ടിയും. ഓട്ടോറിക്ഷ ഡ്രൈവർ വൃദ്ധൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് പോണം, മഴ വരുന്നുണ്ട്. ഒന്നെങ്കിൽ സാധനങ്ങൾ ഇറക്കി എൻ്റെ ചാർജ് തന്ന് എന്നെ പറഞ്ഞു വിട്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ വിവരം പറ. വൃദ്ധൻ ഒരാശ്രയത്തിനെന്നോണം വീടിന് നേർക്ക് നോക്കി. വരാന്തയിലും സിറ്റൗട്ടിലുമായി ഏതാനും പേർ നോക്കി നിൽപ്പുണ്ട്. മഴത്തുള്ളികൾ വീണു തുടങ്ങി. വൃദ്ധൻ ഓട്ടോറിക്ഷയ്ക്കടുത്തേക്ക് ചെന്നു. റിക്ഷയിൽ 2 പെട്ടികളുടെയും ഒരു നീണ്ട ഷോൾഡർ ബാഗിൻ്റെയും കാവൽക്കാരിയായി ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. കല്ലു, ഇറങ്ങി വാ മോളെ, വൃദ്ധൻ വിളിച്ചു. അവരെന്തു പറഞ്ഞു അച്ഛാ? ആരും ഒന്നും പറയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ എന്തിനാ ഇറങ്ങുന്നേ? വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും? പൊയ്ക്കോളാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകും? അച്ഛനറിയില്ല മോളെ, ഓട്ടോ ഡ്രൈവർക്ക് പോകണം. പെൺകുട്ടി സംശയിച്ച് വൃദ്ധൻ്റെ നേർക്ക് തന്നെ നോക്കി. ഇതിനിടയിൽ വൃദ്ധനോടൊപ്പം മുറ്റത്ത് നിന്നിരുന്ന പെൺകുട്ടി കൂടി ഓടി ഓട്ടോറിക്ഷയ്ക്കടുത്തേക്ക് വന്നു. അച്ഛാ, എനിക്ക് പേടിയാകുന്നു. ആളുകളൊക്കെ വല്ലാതെ നോക്കുന്നു, അവൾ ആശങ്കയോടെ പറഞ്ഞു. അച്ഛൻ്റെ വീട് തന്നെയല്ലേ ഇത്? ഓട്ടോറിക്ഷയിലിരുന്ന പെൺകുട്ടി ചോദിച്ചു. അതെ, ഇവിടെ ഇറങ്ങുക, അല്ലാതെ വേറൊരു വഴിയില്ലെന്ന് മോൾക്കറിയാലോ. പെൺകുട്ടി പിന്നെ തർക്കിച്ചില്ല. മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി. പെട്ടികളും ബാഗും എടുത്തു. വൃദ്ധൻ്റെ കൂടെ നിന്നിരുന്ന പെൺകുട്ടിയും സഹായിച്ചു. വൃദ്ധൻ ഓട്ടോ ചാർജ് കൊടുത്തു. ഓട്ടോറിക്ഷ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. കനത്ത മഴത്തുള്ളികളുമായി വന്ന ഒരു കാറ്റ് അവരെ കടന്നുപോയി. പെട്ടെന്ന് മഴ നിലച്ചതുപോലെയായി. എന്നാൽ അടുത്ത കാറ്റലയിൽ ഇരുമ്പലോടെ അത് വീണ്ടും എത്തി. മഴ നനയാതെ നിൽക്കാൻ ഒരിടം തേടി വൃദ്ധനും പെൺകുട്ടികളും വരാന്തയുടെ നേർക്ക് നീങ്ങി. ഒരിടത്ത് സത്യവിളമ്പലും ഊണ് കഴിക്കലും മുറയ്ക്ക് നടക്കുന്നുണ്ട്. ജാനകിയമ്മയുടെ ആൺമക്കൾ അതിഥികൾക്കിടയിൽ നിന്ന് അപ്രത്യക്ഷരായി കഴിഞ്ഞു. അവർ മുകൾ നിരയിലെ ഒരു മുറിയിൽ തീവ്രമായ കൂടിയാലോചനകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ജാനകിയമ്മയുടെ അടുത്ത ബന്ധുക്കൾ പ്രശ്നം പുറത്തറിയാതെ ഒതുക്കി വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ശാന്തരായി അതിഥികളെ സദ്യയ്ക്ക് ഇരിക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ്. എന്നിട്ടും ഊണുമേശകളിലൂടെ അശരീരി പോലെ കുശുകുശുപ്പ് കടന്നുപോയി. അറിഞ്ഞോ, ജാനകിയമ്മയുടെ ഭർത്താവ് 2 പെൺകുട്ടികളുമായി തിരിച്ചു വന്നിരിക്കുന്നു. 21 കൊല്ലം മുമ്പ് കൊല്ലങ്കോട്ടുനിന്ന് മുങ്ങിക്കളഞ്ഞ വാസേവനില്ലേ, അയാൾ തന്നെ. ആ കുശുകുശുപ്പ് കലവറയിലും പിന്നാമ്പുറത്ത് കുട്ടകങ്ങൾ വെച്ച അടുപ്പിൻ ചുവട്ടിലും വരെ എത്തി. അതിനുമീതെ വിരിച്ച ടാർപോളിൻ പന്തലിനു മീതെ മഴത്തുള്ളികൾ പെയ്യുന്ന ഒച്ച കേൾക്കാമായിരുന്നു. വലിയ മഴയാ വരുന്നേ, സാധനങ്ങളെല്ലാം വേഗം എടുത്തു മാറ്റിക്കോ, ആരോ വിളിച്ചു പറഞ്ഞു. സേവകക്കാരും മറ്റു പണിയാളുകളും ചേർന്ന് നനയരുതാത്തതെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പെറുക്കി മാറ്റി. ഊണ് കഴിഞ്ഞവർ തളത്തിലും സിറ്റൗട്ടിലും വരാന്തയിലും വിശ്രമിച്ചു.
മധുരം കഴിക്കുന്നവർക്ക് മിഠായിയും, പുകവലിക്കുന്നവർക്ക് സിഗരറ്റും ബീഡിയും, വെറ്റില മുറുക്കുന്നവർക്ക് മുറുക്കാൻ കൂട്ടുകളും പല താലങ്ങളിലായി വെച്ചിരുന്നു. പ്രതിശ്രുതവരനായ സുധീഷിൻ്റെ അച്ഛനും മറ്റു ബന്ധുക്കളും സിറ്റൗട്ടിൽ ഗോപിനാഥൻ്റെ ചുറ്റുമായി നിന്ന് അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അവരുടെ എല്ലാ മുഖങ്ങൾ മ്ലാനമായിരുന്നു. ജാനകിയമ്മയുടെ ഭർത്താവ് തന്നെയാണോ അത്? ഉറപ്പാണോ? സുധീഷിൻ്റെ അച്ഛൻ ശശിധരൻ ഗോപിനാഥനോട് ചോദിച്ചു. ഞാനല്ലേ ആദ്യം തിരിച്ചറിഞ്ഞത്. ഗോപിനാഥന് സംശയമില്ല. കൂടെയുള്ള പെൺകുട്ടികളോ? മക്കളാണെന്ന് ഉറപ്പല്ലേ? മറ്റേ തമിഴത്തിയുടെ? ആയിരിക്കും. ശശിധരൻ്റെ മുഖം ചുളിഞ്ഞു. അയാൾ തൻ്റെ മകനെ നോക്കി. സുധീഷ് അല്പം വിരണ്ട് നിൽക്കുകയാണ്, ദുശകനമുണ്ടായതുപോലെ. മഴ നനയാതെ വരാന്തയുടെ അങ്ങേയറ്റത്ത് ഇറയത്തേക്ക് കയറി നിൽക്കുകയാണ് വൃദ്ധനും കൂടെയുള്ള പെൺകുട്ടികളും. പെൺകുട്ടികൾ രണ്ടും സഹോദരങ്ങളാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഇളയവൾ കയ്യിൽ തൂക്കിപ്പിടിച്ചിരുന്ന മഞ്ഞച്ചായമടിച്ച വലിയ ഡ്രങ്ക് വരാന്തയിലേക്ക് വെച്ചു. മറ്റേ പെൺകുട്ടിയുടെ കയ്യിലാണ് സൂട്ട് കേസ് പോലെ തോന്നിക്കുന്ന പെട്ടി. അതിൻ്റെ പുറത്തെ റെക്സിൻ അവിടവിടെ പൊളിഞ്ഞിട്ട് ഹാർഡ്ബോർഡിൻ്റെ കനച്ച നിറം പുറമേ കാണാമായിരുന്നു. കൈ കഴിച്ചിട്ട് അവൾ ഇടയ്ക്കിടെ പെട്ടി ഇടത് കൈയിൽ നിന്ന് വലത് കൈയിലേക്കും വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്കും മാറി മാറി പിടിക്കുന്നുണ്ട്. വരാന്തയിലേക്ക് അവൾക്കും ആ ഭാരം താഴ്ത്തി വയ്ക്കാവുന്നതേയുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്താൽ ആരെങ്കിലും വഴക്കു പറഞ്ഞേക്കുമോ എന്നവൾ ഭയപ്പെടുന്നുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് പിടികൂടിയ ഉടനെ ഒരു വീട്ടുവരാന്തയിലെത്തിച്ച് പ്രദർശന വസ്തു ആക്കപ്പെട്ട കൃഷ്ണമൃഗത്തെ പോലെ അവൾ വിരണ്ടു നിന്നു. ഇടയ്ക്കിടെ ഒരാശ്രയത്തിനെന്നോണം അവൾ വൃദ്ധൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് തൻ്റെ കൈത്തണ്ടയോ തോളോ വൃദ്ധൻ്റെ ദേഹത്ത് മുട്ടത്തക്ക വിധം ചേർന്ന് നിലയുറപ്പിച്ചു. അതായിരുന്നു അവളുടെ ഏക ആശ്വാസം. ഇളയ പെൺകുട്ടിക്ക് കുറേ കൂടി തൻ്റെ ഇടമുണ്ടെന്ന് തോന്നിച്ചു. ഊണ് കഴിഞ്ഞവരും കഴിക്കാനുള്ളവരും വരാന്തയുടെയും സിറ്റൗട്ടിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വൃദ്ധനെയും പെൺകുട്ടികളെയും ഒളിഞ്ഞും തെളിഞ്ഞും നോക്കി. ശശിധരൻ സിറ്റൗട്ടിൽ നിന്ന് വരാന്തയിലേക്ക് നടന്ന് വാസുദേവൻ്റെ സമീപം എത്തി. പിന്നാലെ സുധീഷും അവൻ്റെ 2 അമ്മാവന്മാരും ജ്യേഷ്ഠനും എത്തി. ജാനകിയമ്മയുടെ ഭർത്താവാണോ നിങ്ങൾ? ശശിധരൻ വൃദ്ധനെ ചുഴിഞ്ഞു നോക്കി. വാസുദേവൻ്റെ മുഖം വിളറി. ആയിരുന്നു. പതറിയ ഒച്ചയിൽ അയാൾ പറഞ്ഞു. വാസുദേവൻ? കൂടെയുള്ളത് ആരൊക്കെയാ? എൻ്റെ മക്കളാ. മുതിർന്ന പെൺകുട്ടി അപ്പോൾ ഒന്നുകൂടി വാസുദേവനോട് ചേർന്ന് നിന്നു. വൃദ്ധൻ്റെ മുഖത്തേക്ക് തന്നെ ശശിധരൻ നോക്കി. അയാൾക്ക് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ദൈന്യം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ പിന്തിരിയാനാണ് തോന്നിയത്. പക്ഷേ സിറ്റൗട്ടിലേക്ക് ചെന്നിട്ട് ശശിധരൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. ജാനകിയമ്മ എവിടെ? ഇപ്പം വിളിക്കാം. ഗോപിനാഥൻ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്നത് കൊണ്ട് ശശിധരൻ വിലക്കി. വേണ്ട, വിളിക്കണ്ട, പിന്നീട് സംസാരിച്ചോളാം. ശശിധരനും സുധീഷും ബന്ധുക്കളും പോകാനിറങ്ങിയപ്പോൾ ജാനകിയമ്മയുടെ ആൺമക്കൾ സിറ്റൗട്ടിലേക്ക് വന്നു. ഞങ്ങൾ പിന്നീട് വന്ന് കാണുന്നുണ്ട്, ജാനകിയമ്മയുടെ മൂത്ത മകൻ ശ്രീനിവാസൻ പറഞ്ഞു. അപശകുനമാണല്ലോ ശ്രീനിവാസ. ശശിധരൻ അതൃപ്തിയോടെ പിറുപിറുത്തു. അങ്ങനൊന്നും വിചാരിക്കേണ്ട, ഇത് ഞങ്ങൾ പരിഹരിച്ചോളാം. ശ്രീനിവാസൻ ഉറപ്പ് കൊടുത്തു. നിന്റെ അച്ഛനല്ലേ അയാൾ? ഞങ്ങൾക്ക് അച്ഛനില്ല. 21 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അയാൾ എന്തിനാ 2 പെൺമക്കളെയും കൂട്ടി വന്നിരിക്കുന്നത്? ഞങ്ങളത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. മാനം കെട്ട് പെണ്ണ് കെട്ടാൻ എൻ്റെ മോനെ കിട്ടില്ല, പറഞ്ഞേക്കാം. ശശിധരൻ മുന്നറിയിപ്പ് നൽകി. ഒരു മാനക്കേടും ഉണ്ടാവില്ല, ചന്ദ്രബാബു ദൃഢസ്വരത്തിൽ പറഞ്ഞു. ശശിധരനും സുധീഷും ബന്ധുക്കളും പോകാനിറങ്ങി. മഴ നനയാതിരിക്കാൻ അവർ ഓടിച്ചെന്ന് കാറിലും ജീപ്പിലുമായി കയറി. പോകും മുമ്പ് ശശിധരൻ വരാന്തയുടെ നേർക്ക് നോക്കി. നിസ്സഹായരായി നിൽക്കുന്ന വൃദ്ധനും പെൺകുട്ടികളും. അയാൾ മുഖം തിരിച്ചു. കാറും ജീപ്പും കടന്നുപോയി. അവർ പോയിക്കഴിഞ്ഞ ഉടനെ ഗോപിനാഥൻ ശ്രീനിവാസനെയും ചന്ദ്രബാബുവിനെയും ഒരു മുറിയിലേക്ക് വിളിച്ചു കയറ്റി. എന്താ ശ്രീനിവാസ ചെയ്യേണ്ടത്? മാവൻ ചെന്ന് ചോദിക്ക് എന്തിനാ വന്നതെന്ന്. പണത്തിനാണെങ്കിൽ 10,000 1000 കൊടുത്തു പറഞ്ഞയച്ചേക്ക്. ഇവിടെ അവകാശം പറയാനോ താമസത്തിനോ വന്നതാണെങ്കിൽ അടിച്ചോടിക്കുമെന്ന് പറഞ്ഞേക്ക്. ചന്ദ്രബാബു പല്ലിറുമി. ഞങ്ങളുടെ ആരാ അയാൾ? കൂടെയുള്ള തേവിടിച്ചുകൾ ഞങ്ങളുടെ ആരാ? മോനെ, നിനക്കൊക്കെ ജന്മം തന്ന അച്ഛനല്ലേടാ അത്. അത്രേ ചെയ്തുള്ളൂ, പിന്നെ ചത്തുപോയി. കഴിഞ്ഞ 21 വർഷക്കാലവും ഞങ്ങൾ അങ്ങനെയാ കരുതിയത്. ഇനി മറിച്ച് ചിന്തിക്കാൻ മനസ്സില്ല. നിങ്ങളുടെ അമ്മയോട് ചോദിക്കണ്ടേ? പിന്നെ അയാളെ പ്രസവിച്ച ഒരു സ്ത്രീയും ഉണ്ടല്ലോ ഇവിടെ, അവരോടും ചോദിക്കണ്ടേ? ആരോടും ചോദിക്കണ്ട, മുറിയിലേക്ക് കടന്നു വന്ന ഗീതാമണി പറഞ്ഞു. ആരും ബഹളം വെക്കല്ലേ, ക്ഷണിച്ചിട്ട് വന്നവരെ ഉണ്ടിട്ട് പൊയ്ക്കോട്ടെ, ഗോപിനാഥൻ പറഞ്ഞു. ഗോപിമാമൻ ചെന്ന് സംസാരിക്ക്.
വരാന്തയിൽ പേക്കോലങ്ങൾ പോലെ നിൽക്കണ കണ്ടിട്ട് തൊലി ഉരിയുന്നു. ആളുകൾ കാണുന്നല്ലോ, ചന്ദ്രബാബു അസഹ്യതയോടെ പറഞ്ഞു. ഗോപിനാഥൻ വരാന്തയിലേക്ക് ചെന്നു. വൃദ്ധനെയും പെൺകുട്ടികളെയും നോക്കി. വാസുദേവൻ എന്തിനാ വന്നത്? ഗോപിനാഥൻ ചോദിച്ചു. എനിക്ക് ജാനകിയെ കാണണം. കഴിഞ്ഞ 21 കൊല്ലം കണ്ടില്ലല്ലോ, ഇനി എന്തിനാ കാണുന്നേ? ജാനകിയെ കാണണം, വാസുദേവൻ ആവർത്തിച്ചു. ഗോപിനാഥൻ പെൺകുട്ടികളെ നോക്കി. മൂത്തവൾക്ക് പാവാടയും ബ്ലൗസും ധാവണിയുമാണ് വേഷം. ഇളയവൾ പാവാടയും ബ്ലൗസും, വില കുറഞ്ഞതും നിറം മങ്ങിയതുമായ വസ്ത്രങ്ങൾ. ഈ പെൺകുട്ടികൾ ഏതാ? ഊഹമുണ്ടായിരുന്നിട്ടും ഗോപിനാഥൻ ചോദിച്ചു. മീനാക്ഷിയും കല്യാണിയും, എൻ്റെ മക്കൾ. എന്തിനാ വന്നതെന്ന് പറ. പണത്തിനാണെങ്കിൽ 1000മോ 2000മോ തന്നേക്കാം. ജാനകിയെ കാണണം. ഗോപിനാഥൻ ഏതാനും നിമിഷം കൂടി വാസുദേവൻ്റെ മുന്നിൽ നിന്നു. വാസുദേവൻ പരവശനായിരുന്നു. ശ്വാസമെടുക്കാൻ അയാൾ ബുദ്ധിമുട്ടുന്നതുപോലെ തോന്നി. ഗോപിനാഥൻ തിരികെ വീട്ടിനുള്ളിലേക്ക് പോയി. അയാൾ ജാനകിയമ്മയെ സമീപിച്ചു. അവർ കട്ടിലിൽ ഒരു പ്രതിമ പോലെ ഇരിക്കുകയാണ്. വാസുദേവന് ചേച്ചിയെ കാണണമെന്ന്. ജാനകിയമ്മയുടെ നോട്ടം ഗോപിനാഥൻ്റെ നേർക്ക് തിരിഞ്ഞു. അവരുടെ കണ്ണുകളിലേക്ക് വൈരപ്പൊടി വീണതുപോലെ തോന്നി. എരിഞ്ഞു തിളങ്ങുന്നു. എനിക്ക് കാണണ്ട, കല്ലിച്ച സ്വരത്തിൽ അവർ പറഞ്ഞു. ചേച്ചി എഴുന്നേൽക്ക്, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനാ? അയാൾ ജാനകിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാസുദേവൻ്റെ അമ്മ മാധവിയമ്മ ജനാലയ്ക്കരിയിൽ നിൽക്കുകയായിരുന്നു. അമ്മേ, ജാനകിയമ്മ വിളിച്ചത് കേട്ട് അവർ നടുങ്ങി. പതുക്കെ തല തിരിച്ചു നോക്കി. ഞാൻ എന്താ ചെയ്യണ്ടേ അമ്മ പറയ്. മാധവിയമ്മ മരുമകളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിമിഷങ്ങളോളം നിന്നു. നിനക്ക് എന്തു തോന്നുന്നോ അത് അവൻ്റെ മുഖത്ത് നോക്കി പറ. ശ്രീനിവാസനും ചന്ദ്രബാബുവും അവരുടെ ഭാര്യമാരും ജയശ്രീയും ഭർത്താവും കൂടി മുറിക്കകത്തേക്ക് വന്നു. ഇവിടെ താമസിക്കാനോ അവകാശം പറയാനോ വന്നതാണെങ്കിൽ സമ്മതിക്കില്ല ഞങ്ങൾ. ആട്ടി പുറത്താക്കും, ചന്ദ്രബാബു പറഞ്ഞു. അതിഥികൾ ഊണ് കഴിഞ്ഞ് പിരിയാൻ വേണ്ടി അവർ കാത്തിരുന്നു. ചേച്ചി തന്നെ ചെന്ന് ചോദിക്ക്, കാര്യം അറിയണ്ടേ? ഗോപിനാഥൻ നിർബന്ധിച്ചു. ജാനകിയമ്മയുടെ മനസ്സ് കാറും കോളും നിറഞ്ഞ് പ്രക്ഷുബ്ധമായിരുന്നു. 21 കൊല്ലം മുമ്പ് ഒരക്ഷരം മിണ്ടാതെ തന്നെയും മക്കളെയും ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഭർത്താവ് ഏതോ തമിഴ്ത്തിയിൽ ജനിപ്പിച്ച 2 പെൺകുട്ടികളെയും കൊണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു. 21 കൊല്ലത്തിനിടയിൽ താൻ അനുഭവിച്ച വേദനയും അപമാനവും കഷ്ടതകളും. ജാനകിയമ്മ ഒരു കൊടുങ്കാറ്റിനെ നേരിടാനെന്ന പോലെ ഉറച്ച കാൽവയ്പ്പുകളോടെ വരാന്തയിലേക്ക് ചെന്നു. പിന്നാലെ ചലിക്കുന്ന ഉരുക്കുകോട്ട പോലെ അവരുടെ ആൺമക്കളും. വാസുദേവൻ്റെ മുഖത്തേക്ക് അവർ തറച്ചു നോക്കി. അവരുടെ കണ്ണുകളിൽ വെറുപ്പും നിന്നയും എരിഞ്ഞു. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ജാനകി, വാസുദേവൻ ദീനസ്വരത്തിൽ വിളിച്ചു. അതേ ജാനകിയാ ഞാൻ. 21 കൊല്ലം മുമ്പ് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ജാനകി. നിങ്ങളെ കണ്ടാൽ മുക്കാലിയിൽ കെട്ടി ചാട്ടവാറിനടിച്ചുകൊണ്ട് ചോദിക്കാൻ എനിക്ക് 1000 ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ 21 കൊല്ലം കൊണ്ട് ആ വൈരാഗ്യം പോലും മരവിച്ചുപോയി. അതുകൊണ്ട് ഒന്നേ ചോദിക്കുന്നുള്ളൂ, എന്തിനാ വന്നത്? ഞാനൊരു അപേക്ഷയുമായിട്ട് വന്നതാ. എന്നോട് അപേക്ഷയോ? ഇപ്പോഴോ? 21 കൊല്ലം എവിടെയായിരുന്നു നിങ്ങൾ? അവളില്ലേ കൂടെ ഇപ്പോഴും? ആ തമിഴത്തി, അവളുടെ മുമ്പിൽ ചെന്ന് അപേക്ഷിക്ക്. ജാനകി, കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കരുത്. ചില തെറ്റുകൾ തിരുത്താൻ വേണ്ടി വേറെ ചില തെറ്റുകൾ ചെയ്തു പോയവനാ ഞാൻ. ചെയ്തതിൻ്റെയൊക്കെ തെറ്റും ശരിയും നോക്കി വീണ്ടും വിചാരം നടത്താൻ എനിക്കിനി ആയുസ് അധികമില്ല. 2 പെൺമക്കളുണ്ടെനിക്ക്. അവർക്കാരും തുണയില്ല. അവരെ ഒരു കര പറ്റിക്കാൻ കഴിഞ്ഞില്ല. ആ പാണ്ടിച്ചി പറ്റ ജന്തുക്കൾ മാത്രമേ ഉള്ളോ നിങ്ങൾക്ക് മക്കളായിട്ട്? വേറെ 5 മക്കൾക്ക് കൂടി ജന്മം കൊടുത്തവനല്ലേ നിങ്ങൾ? അവരെയല്ലേ മനസാക്ഷിയില്ലാതെ ഉപേക്ഷിച്ചിട്ട് ഒരു തെണ്ടിപ്പട്ടിയെപ്പോലെ നിങ്ങൾ ഏതോ തേവിടിശിയുടെ പിന്നാലെ പോയത്? അന്ന് നിങ്ങൾക്ക് ഒരു മനസാക്ഷി കുത്തും ഉണ്ടായില്ലല്ലോ. ആ 5 മക്കളും ഭാര്യയും എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചില്ലല്ലോ നിങ്ങൾ. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ചില്ലല്ലോ. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾ. തൊണ്ടയിടറിയിട്ട് ജാനകിയമ്മ നിർത്തി. ജാനകി, കണക്ക് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. ഒരവകാശവും ഞാൻ പറയുന്നില്ല. ഒരു പിടി മണ്ണ് വേണം. ചത്താൽ ശവം ദഹിപ്പിക്കാനും എൻ്റെ കുട്ടികൾക്കൊരു കുടിൽ കെട്ടി താമസിക്കാനും. അങ്ങോട്ട് ചെന്ന് ചോദിക്ക്, ആ തമിഴത്തിയുടെ അടുത്ത്. ഇവിടെ ആർക്കും നിങ്ങളെ കാണണ്ട. നിങ്ങളുടെ ആവലാതി അപേക്ഷയും കേൾക്കണ്ട. എനിക്ക് ഭർത്താവില്ല. എൻ്റെ മക്കൾക്ക് അച്ഛനുമില്ല. 21 കൊല്ലം മുമ്പ് മരിച്ചുപോയി. പൊയ്ക്കോ, എവിടാണെങ്കിൽ പൊയ്ക്കോ. ജാനകിയമ്മ വെട്ടിത്തിരിഞ്ഞ് വീടിനകത്തേക്ക് നടന്നുപോയി. പെയ്തുകൊണ്ടിരുന്ന മഴയിലൂടെ ഒരു ഓട്ടോറിക്ഷ ഗേറ്റ് കടന്നു വന്നു.
സിറ്റൗട്ടിനോട് ചേർന്ന് തലനരച്ച ഒരാൾ ഊന്നുവടിയോടെ അതിൽ നിന്ന് ഇറങ്ങി. കൂടെ ഒരു ചെറുപ്പക്കാരനും. ശങ്കരമ്മാവൻ, രഘുവരൻ മന്ത്രിച്ചു. ചെറുപ്പക്കാരൻ ശങ്കരമ്മാവനെ താങ്ങിപ്പിടിച്ച് സിറ്റൗട്ടിലേക്ക് കയറ്റി. ഇയാൾ കിതച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ജയമോള് ഫോൺ ചെയ്തിട്ട് രോഗക്കിടക്കയെന്ന് എണീറ്റ് വരികയാ ഞാൻ. ശ്രീനിവാസ, ചന്ദ്രബാബു, എന്തൊക്കെയാടാ ഇവിടെ? ആരും മിണ്ടിയില്ല. ശങ്കരമ്മാവൻ വരാന്തയുടെ അങ്ങേയറ്റത്ത് ചൂളിപ്പിടിച്ച് നിൽക്കുന്ന വാസുദേവനെയും പെൺകുട്ടികളെയും നോക്കി. അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. വാസുദേവൻ 2 പെൺകുട്ടികളെയും കൂട്ടി വന്നിരിക്കുക. വീട് കെട്ടി പാർക്കാൻ ഗോപിനാഥൻ പറഞ്ഞു. ജയമോള് പറഞ്ഞു, എന്നിട്ട് എന്താടാ നോക്കി നിൽക്കുന്നേ? അടിച്ചിറക്കി വിടടാ ആ തെണ്ടിയെ. ആര് പറഞ്ഞിട്ടാ അവനെ വീട്ടുമുറ്റത്ത് കയറ്റിയേ? ആരും മിണ്ടിയില്ല. ആണുങ്ങളാരും ഇല്ലേടാ ഇവിടെ? ശങ്കരമ്മാവൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. അയാൾ ഊന്നുവടി നിലത്തടിച്ചുകൊണ്ട് വരാന്തയുടെ അറ്റത്തേക്ക് ചെന്നു. പെൺകുട്ടികൾ ഭയന്ന് വാസുദേവൻ്റെ പിന്നിലൊളിച്ചു. ശങ്കരമ്മാവൻ വാസുദേവൻ്റെ മുന്നിൽ കത്തുന്ന കണ്ണുകളുമായി നിന്നു. ചത്തുപോയ നീ തിരിച്ചു വന്നിരിക്കുന്നോ? എങ്ങനെ ധൈര്യം വന്നടാ നിനക്ക് ഈ മുറ്റത്ത് കാല് കുത്താൻ? നിന്റെ കാല് പൊള്ളിയില്ലേടാ നാണം കെട്ട നായേ? ശങ്കരേട്ടാ, വേറൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് ഓഹരി കിട്ടിയ മണ്ണീന്ന് ഒരു കൂര വയ്ക്കാൻ. മിണ്ടിപ്പോകരുത്, ഇറങ്ങടാ ഈ ഇറത്തുനിന്ന്. അയാൾ ഊന്നുവടി വീശി വാസുദേവൻ്റെ പുറത്തടിച്ചു. രണ്ടാമത് ഓങ്ങിയപ്പോൾ കല്യാണി മുന്നിൽ കയറി നിന്ന് വടിയിൽ കയറി പിടിച്ചു. എൻ്റെ അച്ഛനെ തൊട്ടുപോകരുത്. വൃദ്ധൻ ഒരു നിമിഷം സ്തബ്ധനായി. അയാൾ പിന്നോക്കം തിരിഞ്ഞു നോക്കി. അന്തം വിട്ട് നിൽക്കുകയാണ് മറ്റു കുടുംബാംഗങ്ങൾ. എന്തടാ നോക്കി നിൽക്കുന്നേ? അടിച്ചിറക്കി വിടടാ മൂന്നിനെയും. രഘുവരനാണ് ആദ്യത്തെ ചൂട് വെച്ചത്. പുറകെ ചന്ദ്രബാബുവും ശ്രീനിവാസനും. വരാന്തയിലിരുന്ന മഞ്ഞ ട്രങ്ക് എടുത്ത് രഘുവരൻ മുറ്റത്തേക്ക് ആഞ്ഞെറിഞ്ഞു. അതിൻ്റെ മൂടി തുറന്നുപോയി. കുറേ പഴയ വസ്ത്രങ്ങളും ടിന്നുകളും പഴകിയ ബുക്കുകളും കടലാസുകളും മുറ്റത്ത് അവിടെ ചിതറി. അച്ഛാ, വാ പോകാം. മീനാക്ഷി ഭയന്ന് കരഞ്ഞുകൊണ്ട് വാസുദേവൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. വേച്ച് വീഴാൻ പോയ അച്ഛനെ അവൾ താങ്ങിപ്പിടിച്ചു. ഞങ്ങളെ അങ്ങ് കൊല്ല്. കല്യാണി ശങ്കരമ്മാവനെതിരെ നിന്ന് ചീറി. കല്ലു, വേണ്ട മോളെ, വാ, പരിഭ്രാന്തയായ മീനാക്ഷി വിളിച്ചു. ഇവര് കൊല്ലട്ടെ. കല്യാണി ചെറുത്തു നിന്നു. കലിപൂണ്ട വൃദ്ധൻ അവളുടെ കഴുത്തിന് പിടിച്ച് മുറ്റത്തേക്ക് ആഞ്ഞു തള്ളി. കല്യാണി മുറ്റത്തെ മഴവെള്ളത്തിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. വാസുദേവൻ മഴയത്ത് കമിഴ്ന്നു കിടന്ന കല്യാണിയെ താങ്ങി എണീപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാൾക്ക് അതിനുള്ള കരുത്തുണ്ടായിരുന്നില്ല. മീനാക്ഷി മുറ്റത്ത് ചിതറിപ്പോയ വസ്ത്രങ്ങളും മറ്റും വാരിയെടുക്കുകയായിരുന്നു. അവൾ ഭീതിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം വാരി പെട്ടിയിലിട്ട് അടയ്ക്കുന്നതിന് മുമ്പേ രഘുവരൻ മുറ്റത്തേക്കിറങ്ങി. മീനാക്ഷി ഭയന്ന് പിന്നോക്കം മാറി. രഘുവരൻ കാൽ കൊണ്ട് പെട്ടി ഗേറ്റിന് നേർക്ക് തോണ്ടി എറിഞ്ഞു. വീണ്ടും അതിലുള്ള സാധനങ്ങൾ മുറ്റത്തെ മഴവെള്ളത്തിൽ വീണു. വിവാഹനിശ്ചയത്തിൻ്റെ ആൾത്തിരക്ക് മൂലം നടന്ന് ചെളി കുഴഞ്ഞു തുടങ്ങിയിരുന്ന മുറ്റത്ത് വീണ വസ്ത്രങ്ങളുടെ നിറം മാറി. നിർത്തടാ! ഒരാക്രോശം കേട്ട് രഘുവരനടക്കം സകലരും ഞെട്ടിത്തിരിഞ്ഞു. ദിനേശനായിരുന്നു അത്, ഗോപിനാഥൻ്റെ മകൻ. അവൻ എപ്പോൾ വന്നുവെന്നോ എവിടെ നിന്നിരുന്നുവെന്നോ എന്ത് ചെയ്യുകയായിരുന്നുവെന്നോ ആരും കണ്ടില്ല. അവർ നോക്കുമ്പോൾ അവൻ കുനിഞ്ഞ് നിലത്ത് വീണ് കിടന്ന കല്യാണിയെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. വാസുദേവൻ അതാരെന്നറിയാതെ അവൻ്റെ നേർക്ക് തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കയ്യിൽ പിടിച്ചത് ശത്രുവോ മിത്രമോ എന്ന് കല്യാണിയും തിരിച്ചറിഞ്ഞില്ല. അവൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. രഘുവരൻ അമ്പരപ്പോടെ ദിനേശനെ നോക്കി. ദിനേശാ, നീ? അതേടാ, ഞാൻ തന്നെയാ. നിങ്ങൾക്ക് വീട്ടിൽ കയറ്റാൻ മനസ്സില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയും. തെണ്ടിക്കിട്ടുന്ന പണം കൊണ്ട് രാത്രി മുഴുവൻ കള്ളും കുടിച്ചും വ്യഭിചരിച്ചും കഞ്ചാവടിച്ചും നടക്കുന്ന പിച്ചക്കാര് രാവിലെ വന്ന് കൈ നീട്ടിയാൽ നീ ഇങ്ങനെ പെരുമാറുമോ? കയ്യിലുള്ള നക്കാപ്പിച്ച കൊടുക്കും. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഗേറ്റിനു പുറത്തോട്ട് കൈ ചൂണ്ടും. അത്രയല്ലേ ഉള്ളൂ. എന്നാടി? കയ്യിലുള്ള നക്കാപ്പിച്ച കൊടുക്കും. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഗേറ്റിനു പുറത്തോട്ട് കൈ ചൂണ്ടും. അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ തെറ്റൊന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? ദിനേശ, നീ? രഘുവരൻ മുന്നറിയിപ്പ് എന്ന പോലെ ദിനേശൻ്റെ നേർക്ക് കൈ ചൂണ്ടി. പോടാ! ദിനേശൻ ഈച്ചയെ ആട്ടുന്ന പോലെ കൈ വീശി. എടാ, ഈ മനുഷ്യൻ മല്ലന്മാരായ 2-3 ആൺമക്കളെയും കൊണ്ടാണ് ഇവിടെ കയറി വന്നതെങ്കിൽ തടയാനും തല്ലാനും നിന്റെ കൈ പൊങ്ങോ? മുട്ടുവിറയ്ക്കും. എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്തൊരു കിഴവനും
രണ്ട് പെൺകുട്ടികളുമാണെന്ന് കണ്ടപ്പോൾ നിനക്കൊക്കെ കെട്ടിയിട്ട പട്ടിയുടെ ശൗര്യം. ചന്ദ്രബാബു കുപിതനായി മുറ്റത്തേക്കിറങ്ങി. ദിനേശ, നീ ഇതിൽ ഇടപെടരുത്. നിന്റെ ആരാ ഇവര്? എൻ്റെ ആരുമല്ല. ഈ മൂന്നെണ്ണത്തിനെ എനിക്ക് കണ്ട് പരിചയം പോലുമില്ല. ഇതിലൊരാൾ നിന്നെയൊക്കെ ജനിപ്പിച്ച തന്തയാണെന്ന് അറിഞ്ഞത് തന്നെ ഇപ്പോഴാ. ഈ രണ്ട് പെൺപിള്ളേർ നേർവങ്ങളല്ലെങ്കിലും നിൻ്റെയൊക്കെ ചോരയുടെ ചൊവ കുറച്ചെങ്കിലും കാണില്ലേടാ ഇവറ്റയുടെ ഞരമ്പിലൊഴുകുന്ന ചോരയ്ക്കും. ഗോപിനാഥൻ പെട്ടെന്ന് മകൻ്റെ അടുത്തേക്ക് വന്നു. നോവൽ തുടരും.